ഹായ് ജാസ്, വെൽക്കം ബാക്ക് അഗൈൻ. പ്രറ്റിമിസ് ആണ്. അപ്പം നമ്മുടെ ബയോളജിയിൽ നിങ്ങൾക്കറിയാം പല ഡൗട്ടുകൾ നിങ്ങൾക്ക് വരുന്നതാണ്. എങ്ങനെയാണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് എന്ന്. അപ്പോൾ ബയോളജിയിലുള്ള ചാപ്റ്റേഴ്സിൽ ലൈഫ് പ്രോസസ്, അതുപോലെ തന്നെ ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് ഡയഗ്രാംസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് എന്ന് ഈ ഒരു ഒറ്റ വീഡിയോ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കൂടെ തന്നെ പഠിച്ചു പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിലെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതാണ്. സോ നേരെ നമുക്ക് ഫസ്റ്റ് ലൈഫ് പ്രോസസ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് നോക്കാം. ആദ്യത്തെ തന്നെ ഞാൻ ക്ലോറോപ്ലാസ്റ്റ് വെച്ച് പറയാണ്, കാരണം പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തസിസ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. അതിൽ നിങ്ങൾ ഓർക്കുക, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ സ്ട്രോമ ലാമല്ല, ഉള്ളിൽ സ്ട്രോമ കാണാം, ഇവിടെ നിങ്ങൾക്ക് തൈലക്കോയിഡ്സ് കാണാം. ഇതാണ് മേജറായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്ന ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ കാണുന്നുണ്ട്. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നതാണ്, ലൈറ്റ് റിയാക്ഷൻ ആണ് നമ്മുടെ ഗ്രാനയിൽ നടക്കുന്നത്, ലൈറ്റ് റിയാക്ഷൻ. അതുപോലെ തന്നെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലുമാണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ്, രണ്ടാമത്തേത് ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിലാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതേപോലെ തന്നെ സ്റ്റൊമാറ്റ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. ഇവിടെ നിങ്ങൾ നോക്കാം, സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബീൻ ഷേപ്ഡ് ആയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഇത് കാണുന്നത്, ഗാർഡ് സെൽസ് കാണുന്നത്. അപ്പോൾ ഗാർഡ് സെൽസ് ഇവിടെ ബീൻ ഷേപ്പിൽ കാണാൻ കഴിയും. യെസ്, അപ്പോൾ ബീൻ ഷേപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതാണ് ഗാർഡ് സെല്ല്. ഗാർഡ് സെല്ലിന്റെ ഉള്ളിലായിട്ട് കാണുന്നതാണ് നമ്മുടെ സ്റ്റൊമാറ്റൽ പോർ എന്ന് നമ്മൾ പറയുന്നത്. ഈ സ്റ്റൊമാറ്റൽ പോറിന്റെ ചുറ്റുമായിട്ട് കാണുന്നതാണ് ഗാർഡ് സെല്ല്. അതിന് ചുറ്റുമായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, വേറെ സെല്ലുകൾ കാണാൻ പറ്റും. അതിനെ നമ്മൾ സബ്സിഡറി സെൽ എന്ന് പറയാറുണ്ട്, സബ്സിഡറി സെൽസ്. ഓക്കെ, അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് സ്റ്റേജ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ സ്റ്റൊമാറ്റയുടെ ഉള്ളിൽ കൂടെ ഈ ഒരു വാട്ടർ കയറുമ്പോൾ, വാട്ടർ എൻ്റർ ആകുന്ന ടൈമിൽ, വാട്ടർ എൻ്റർ ആവുന്ന സമയത്ത് ഗാർഡ് സെൽസ് ടർജിഡ് ആകുന്നു. ഗാർഡ് സെൽസ് എന്താകുന്നു, ടർജിഡ് ആവുന്നു. ടർജിഡ് ആവുന്ന കേസിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, ഇറ്റ് ഓപ്പൺ, സ്റ്റൊമാറ്റ എന്താകുന്നു, ഓപ്പൺ ആകുന്നു. നേരെ മറിച്ചോ, നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇനി വാട്ടർ പുറത്തോട്ട് എക്സ്പെൽ ആവുന്ന സമയത്ത്, വാട്ടർ എക്സ്പെൽ ആവുന്ന സമയത്ത് ഗാർഡ് സെൽസ് ഫ്ലാസിഡ് ആവുന്നു. ഗാർഡ് സെൽസ് ഫ്ലാസിഡ് ആകുന്നു. അത് എന്തിലേക്ക് നയിക്കുന്നു, സ്റ്റൊമാറ്റ ക്ലോഷറിലേക്ക് നയിക്കുന്നു. ക്ലിയർ? ഈ രീതിയിൽ സ്റ്റൊമാറ്റ ബേസ് ചെയ്ത് MCQs ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പം ഈ ഒരു സ്റ്റൊമാറ്റൽ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലൈഫ് പ്രോസസ്സിൽ നമ്മൾ ആദ്യം കാണുന്നതാണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. അതിൻ്റെ ഒരു പാത്ത്, നമ്മുടെ ഡൈജസ്റ്റീവ് പാത്ത് അല്ലെങ്കിൽ എലിമെൻ്ററി കനാൽ എന്ന് നമ്മൾ പറയുന്ന പാത്ത് വേ നിങ്ങൾ ഓർത്ത് വെക്കണം. ആദ്യം നമുക്കുള്ളത് മൗത്താണ്. മൗത്തിലൂടെ ഫുഡ് പോയി കഴിഞ്ഞ് പിന്നെ ഈസോഫാഗസിലെത്തും. അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു, സ്റ്റൊമക്കിലേക്കാണ് പോകുന്നത്. സ്റ്റൊമക്കിൽ നിന്ന് നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അത് കഴിഞ്ഞിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈൻ, പിന്നെയാണ് ANSലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് ഫുഡ് പോകുന്ന പാത്വേ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ത്, ലിവർ എന്ന് പറയുന്നത്. ബൈലാണ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബൈൽ എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ നമുക്ക് പാൻക്രിയാസ് ഉണ്ട്. പാൻക്രിയാസ് നമ്മൾ പറഞ്ഞതാണ്, ലിവർ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസ്. അപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസും അതുപോലെ തന്നെ ബൈൽ, ഫാറ്റ് എമൽസിഫിക്കേഷൻ ആണ് ബൈൽ സഹായിക്കുന്നത്. പാൻക്രിയാറ്റിക് ജ്യൂസ് ഫർദർ ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബാക്കിയുള്ള അബ്സോർപ്ഷനും കാര്യങ്ങളുമാണ് ഇവിടെ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ പഠിക്കണം, ഇതിൻ്റെ ഓർഡറാണ് ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ദെൻ എക്സ്ക്രീഷൻ. ഈ ഒരു ഓർഡർ മനസ്സിൽ വേണം. ഈ ഒരു ഓർഡറിലാണ് ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി റെസ്പിറേഷനിലേക്ക് വരുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, എയ്റോബിക് ആൻഡ് അനൈറോബിക്. ഈ ഒരു ഫ്ലോ ചാർട്ട് പല തവണയായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്, കീ സ്റ്റഡി ആയിട്ടും അല്ലാതൊക്കെ ആയിട്ടും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ആദ്യം ഗ്ലൂക്കോസ് സൈറ്റോപ്ലാസത്തിൽ എന്തായി മാറുന്നു, പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. പിന്നീട് 3 കണ്ടീഷനാണ് പഠിക്കാനുള്ളത്. ഓക്സിജന്റെ പ്രസൻസിൽ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ATPs ഉണ്ടാവുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, എയറോബിക് റെസ്പിറേഷൻ ആണ്. എയറോബിക് റെസ്പിറേഷൻ ആണ്. എന്നാൽ ലാക്ക് ഓഫ് O2, ബാക്കി 2 കേസും എന്ന് പറയുന്നത് എന്താണ്, അനൈറോബിക് റെസ്പിറേഷൻ ആണ്. അനൈറോബിക് റെസ്പിറേഷനിൽ ഇതിപ്പോൾ മസിൽ സെല്ലിലാണ് കാണുന്നതെങ്കിൽ ലാക്റ്റിക് ആസിഡും ATP ആണ് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ഈസ്റ്റിലാണെങ്കിലോ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ തന്നെ ബാക്ടീരിയയിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത് ലാക്റ്റിക് ആസിഡ് തന്നെയാണ്.
ഇനി റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. നമുക്ക് ആദ്യം നമ്മുടെ നോസ്ട്രിൽസ് വഴിയാണ് എയർ എൻ്റർ ആവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് നേസൽ ക്യാവിറ്റിയിലേക്ക് പോകും. ആദ്യം നോസ്ട്രിൽസ്, ഇവിടെ നേസൽ ക്യാവിറ്റി ഉണ്ട്. നാസൽ ക്യാവിറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതാ നമ്മുടെ ട്രക്കിയയിലേക്കാണ് വരുന്നത്. പാസേജ് എയർ ഫ്രം ലാറിങ്സ് ടു ലങ്സ് ആൻഡ് പ്രോസസ് സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ്. ട്രക്കിയയിൽ സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് ബ്രോങ്കസിലേക്ക് വരുമ്പോൾ എന്താണ്, എയർവേ കണ്ടക്ടിങ് എയർ ടു ആൻഡ് ഫ്രം ആണ്. ഈ ട്രക്കിയയിൽ നിന്ന് ബ്രോങ്കസിലേക്ക് പോകുന്നു, അവിടെ നിന്ന് നേരെ ലങ്സിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇതാ ബ്രോങ്കസിൽ വീണ്ടും ചെറിയ ചെറിയ ബ്രാഞ്ചസ് കാണാം, അതാണ് നമ്മുടെ ബ്രോങ്കിയോൾ എന്ന് പറയുന്ന ഫർജർ ബ്രാഞ്ചസ് ആണ്. ആൻഡ് ഈ ബ്രോങ്കിയോളിൻ്റെ അറ്റത്ത് ടിപ്പിലാണ് നമുക്ക് ആൽവിയോളാർ സാക്ക് കാണാൻ പറ്റുന്നത്. ആൽവിയോളാർ സാക്കിൽ വെച്ചിട്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നതെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. റെസ്പോൺസിബിൾ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഇതാണ് റെസ്പിറേഷനിൽ ഇമ്പോർട്ടൻറ്റ്. ഇനി ആൽവിയോളിൽ എങ്ങനെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു? നോർമൽ ഡിഫ്യൂഷൻ പ്രോസസ് ആണ്. അതായത് നമ്മുടെ ബ്ലഡ് കാപ്പിലറിയിൽ CO2ൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആണ്, എന്നാൽ ആൽവിയോളിൻ്റെ ഉള്ളിൽ ഓക്സിജൻ്റെ ഹൈ കോൺസെൻട്രേഷൻ ആണ് ഹൈ. അപ്പോൾ ഡിഫ്യൂഷൻ എപ്പോഴും ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതുകൊണ്ട് ഓക്സിജൻ ആൽവിയോളിൽ നിന്ന് ബ്ലഡ് കാപ്പിലറിയിലേക്കും പോകും, കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുമാണ് പോകുന്നത്. നോർമൽ ഡിഫ്യൂഷൻ പ്രോസസ് ആണ്. ഇതാണ് ട്രാൻസ്ഫറിങ് നടക്കുന്നത്. ഓക്സിജൻ ബ്ലഡിലേക്ക് പോകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്ന് ആൽവിയോളിലേക്ക് പോകുന്നു. അങ്ങനെ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ പ്രോസസ്സ് വഴി ഈ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുകയാണ്. ഇനി ബ്ലഡ് വെസലിൻ്റെ ഈ ഒരു ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണയായിട്ട് ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്, ഇത് മൂന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഇതിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കണം, ആർട്ടറി എന്ന് പറയുമ്പോൾ ഹൈ ബ്ലഡ് പ്രഷറാണ്, തിക്ക് വാൾസ് ആണ്, അവിടെ വാൽവുകൾ നമുക്ക് കാണാൻ പറ്റില്ല, ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആർട്ടറി എന്ന് പറയുന്നത്. വെയിൻസ് എന്ന് പറയുമ്പോഴോ ലോ ബ്ലഡ് പ്രഷറാണ്, തിൻ വാൾസ് ആണ്, അവർക്ക് വാൽവ് കാണാം. ആൻഡ് ദേ ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് പൾമനറി വെയിൻ. പൾമനറി ആർട്ടറിയും പൾമനറി വെയിനും ഇവിടെ എക്സെപ്ഷനാണ്, ബാക്കി ആർട്ടറീസും വെയിൻസിനും കോമൺ ഫീച്ചറാണ്. കാപ്പിലറീസ് വരുമ്പോൾ ഇത് രണ്ടും കൂടെ കാണുന്നതാണ്. മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലഡ് വെസൽസിൻ്റെ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഇനി ഹാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർട്ടിനെ ബേസ് ചെയ്ത് നിങ്ങളോട് ചാമ്പേഴ്സ്, അതുപോലെ തന്നെ വാൽവുകൾ ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഹാർട്ട് എന്ന് പറയുന്നത് 4 ഡിഫറെൻറ്റ് ചാമ്പേഴ്സ് ഉണ്ട്. ഇവിടെ റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇതാണ് നമ്മുടെ 4 ചാമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തിക്കുന്നതാണ് സുപ്പീരിയർ വീന കാവയും അതുപോലെ തന്നെ ഇൻഫീരിയർ വീന കാവയും. അവിടെ നിന്ന് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്നു. ഇവിടുന്ന് പിന്നെ പൾമനറി ആർട്ടറി വഴിയാണ് അത് ലങ്സിലേക്ക് പോകുന്നത്. ലങ്സിൽ നിന്ന് പൾമനറി വെയിൻ വഴി നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തും. അവിടുന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ കാണുന്ന അയോട്ട വഴിയാണ് വീണ്ടും നമ്മുടെ ബോഡി പാർട്സിലേക്ക് പോകുന്നത്. ഹാർട്ടിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒന്നും കൂടി ഈ ഒരു ചിത്രം ഓർത്ത് വെച്ചോളാം. ദിസ് ഈസ് സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് കൊണ്ടുപോകുന്നത് പൾമനറി ആർട്ടറിയാണ്. ഇത് പൾമനറി ആർട്ടറിയാണ്. ഓക്കെ, ആൻഡ് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതാണ് പൾമനറി വെയിൻ. അതായത് ലങ്സിൽ നിന്ന് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ത്, പൾമനറി വെയിൻ എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എല്ലാ ബോഡി പാർട്സിലേക്കും കൊണ്ടുപോകുന്ന ആളാണ് എന്ത്, നമ്മുടെ അയോട്ട എന്നും പറയുന്നത്. ഈ ഡയഗ്രാം നിങ്ങൾ നല്ല വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വേണം പോകാൻ വേണ്ടിയിട്ട്. സോ 4 ചാമ്പേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിളും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കൊണ്ടുപോകുന്നത്. ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിളും ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കൊണ്ടുപോകുന്നത്. അത് പഠിച്ചു വെക്കുക. റൈറ്റ് ഡീഓക്സിജനേറ്റഡ്, ലെഫ്റ്റ് ഓക്സിജനേറ്റഡ്. ഇതിനെ വെസൽസ് നമ്മൾ കാണാം. സുപ്പീരിയർ വെനീക്കാവ്, ഇൻഫീരിയർ വെനീക്കാവ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കൊണ്ടുപോകുന്നത്. പൾമനറി ആർട്ടറി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് കൊണ്ടുപോകുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. പൾമനറി വെയിന് ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അയോട്ട ഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡി പാർട്സിലേക്ക് എല്ലായിടത്തേക്കും എത്തിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി ഹാർട്ടിൽ നമുക്ക് വാൽവുകൾ പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ഇവിടെ കാണാം ട്രൈകസ്പിഡ് വാൽവ്, ഇവിടെ നമുക്ക് ബൈകസ്പിഡ് വാൽവ് കാണാം. ഈ റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ കാണുന്നതാണ് ഇത് ട്രൈകസ്പിഡ് വാൽവ് എന്ന് നമ്മൾ പറയുന്നത്. അതേസമയം
ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളുടെയും ഇടയിലുള്ളതാണ് ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ പൾമണറി ആർട്ടറിക്കിൻ്റെ ബ്ലോക്ക് തടയുന്ന അല്ലെങ്കിൽ ആ ഒരു ബാക്ക് ഫ്ലോ തടയാൻ വേണ്ടി സഹായിക്കുന്നതാണ് പൾമണറി വാൽവ്. അതേപോലെ തന്നെ അയോർട്ടയുടെ താഴെ നമുക്ക് അയോർട്ടിക് വാൽവ് കാണാം, ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാനാണ്. Cardiac cycle important ആണ്. They are defined as sequence of alternating contraction and relaxation of atria, ventricles in order to pump blood throughout the body. ഇപ്പോൾ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് സർക്കുലേഷൻ നടത്തുന്നുണ്ട്, അതിനെയാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ ഡബിൾ സർക്കുലേഷൻ ആണ്. ഈ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഫിഗർ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പം മേലെ നമുക്കൊരു പൾമനറി സർക്യൂട്ടും താഴെ സിസ്റ്റമിക് സർക്യൂട്ടും കാണാം. ഹാർട്ടിൽ നിന്ന് ലങ്സ് വഴി പോയി തിരിച്ച് ഹാർട്ടിലേക്ക് എത്തുന്നതിനെ നമ്മൾ പറയുന്നതാണ് പൾമനറി സർക്യൂട്ട്. അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ടല്ലോ, ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറി വഴി ലങ്സിൽ പോയി ആ ലങ്സിൽ നിന്ന് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഇതിനെയാണ് നമ്മൾ പൾമണറി സർക്യൂട്ട് എന്ന് പറയുന്നത്. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ആ റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് പൾമണറി ആർട്ടറി വഴി ലങ്സിൽ പോയി ആ ലങ്സിൽ നിന്ന് തിരിച്ച് പൾമണറി വെയിൻ വഴി നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ഇതിനെയാണ് നമ്മൾ പൾമണറി സർക്യൂട്ട് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ച് നമ്മുടെ അയോട്ട വഴി ബോഡി പാർട്സിലൂടെ പോയി സെല്ലിലെത്തി ആ സെല്ലിൽ ടിഷ്യൂസിൽ നിന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് സ്വീകരിച്ചിട്ട് അവിടുന്ന് വീണക്കാവ വഴി നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റമിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പൾമനറി സർക്യൂട്ടും സിസ്റ്റമിക് സർക്യൂട്ടും രണ്ടിൻ്റെയും ഫ്ലോ ചാർട്ട് പഠിക്കണം. ഈ ഒരു രീതിയിലാണ് ആ രണ്ട് സർക്കുലേഷൻ നടക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമുക്ക് പെയർ ഓഫ് കിഡ്നീസ് ഉണ്ട്. ഈ കിഡ്നിയിലേക്ക് ബ്ലഡ് എത്തിക്കുന്നതാണ് റീനൽ ആർട്ടറി, ബ്ലഡ് കൊണ്ടുപോകുന്നത് റീനൽ വെയിൻ ആണ്. ആൻഡ് ഈ കിഡ്നീസിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലേക്ക് പോകുന്നതിന് യൂറട്ടർ എന്ന് പറയുന്നു. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് യൂറിനറി ബ്ലാഡർ കാണാം, താഴെ യൂറത്ര കാണാം. അപ്പോൾ ബ്ലഡ് ആൻഡ് വാട്ടർ എൻ്റർ ചെയ്യുന്ന റീനൽ ആർട്ടറി വഴിയാണ്. കിഡ്നി അതിനെ ഫിൽട്ടർ ചെയ്യുന്നു, യൂറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് റീനൽ വെയിൻ ഫിൽട്ടർ ബ്ലഡ് ലീവ്സ് ത്രൂ ദ റീനൽ വെയിൻ ആണ്. യൂറട്ടർ എന്ത് ചെയ്യുന്നു, യൂറിനറി ബ്ലാഡറിലേക്ക് യൂറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. യൂറിനറി ബ്ലാഡർ ടെമ്പററി ആയിട്ട് യൂറിനെ സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ്. യൂറത്രയാണ് യൂറിനെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്ത് പുറത്തോട്ട് വിടുന്നത്. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഈ ഒരു ഭാഗത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് യൂറട്ടർ, ഫിൽറ്റേർഡ് ബ്ലഡ്, അൺഫിൽറ്റേർഡ് ബ്ലഡ് പോകുന്നതാണ്. ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഇനി കിഡ്നിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇത് അതിൻ്റെ ഔട്ടർ കോർട്ടക്സ് റീജിയൻ, പിന്നെ ഇത് മെഡുല്ല റീജിയൻ. ഇതാണ് നമ്മുടെ നെഫ്രോണിൻ്റെ മേജർ പാർട്ട് കോർട്ടക്സിൽ കാണാം. ആ ട്യൂബാണ്, റീനൽ ട്യൂബ്യൂളാണ് താഴെ നമുക്ക് മെഡുല്ല റീജിയനിലേക്ക് കാണാം. അപ്പോൾ ഔട്ടർ കോർട്ടക്സും ഇന്നർ മെഡുല്ലയുമാണ് കിഡ്നീൻ്റെ ഇന്നർ സെക്ഷനിലേക്ക് പോകുമ്പോൾ. കിഡ്നിയുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺ എന്ന് നമ്മൾ പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഡയഗ്രാമാണ്. ഇതാണ് നമ്മുടെ ഗ്ലോമറുലസ്, ദിസ് ഇസ് ബോമാൻസ് ക്യാപ്സ്യൂൾ. അവിടെ നിന്ന് റീനൽ ആർട്ടറി പോകുന്നുണ്ട്. റീനൽ ആർട്ടറിയിൽ നിന്ന് നേരെ പിന്നെ കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് പോകുന്നു. അവിടെ നിന്ന് എന്താണ്, പിന്നെ യൂറിൻ പോവുകയാണ് ചെയ്യുന്നത്. ഈ റീനൽ ട്യൂബ്യൂളിന് ചുറ്റും നമുക്ക് ബ്ലഡ് കാപ്പിലറീസ് കാണാം, റീഅബ്സോർപ്ഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്? ഫസ്റ്റ് ഗ്ലോമറുലസിൽ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് റീനൽ ട്യൂബ്യൂളിൽ നിന്ന് റീഅബ്സോർപ്ഷൻ സെക്രീഷൻ നടക്കുന്നു, ലാസ്റ്റ് യൂറിൻ്റെ കളക്റ്റിംഗ് ഡക്റ്റിലാണ് നടക്കുന്നത്. അവിടെയാണ് കളക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഇതുപോലെ കണ്ടോ, ABCD എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, എ എന്ന് പറയുന്നത് എന്താണ്, ഗ്ലോമറുലസ്. എ എന്ന് പറയുന്നത് ഗ്ലോമറുലസ് ആണ്. ബി എന്ന് പറയുന്നത് അഫറൻറ്റ് വെസലാണ്. ദെൻ സി എന്ന് പറയുന്നത് ഇഫറൻറ്റ് വെസലാണ്. ഡി എന്ന് പറയുന്നത് റീനൽ ട്യൂബ്യൂളാണ്. ആൻഡ് ഇത് നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റ് ആണ്. ഇനി യൂറിൻ ഫോർമേഷൻ പഠിച്ചു നോക്കുക. ആദ്യം ഗ്ലോമറുലൽ ഫിൽട്രേഷൻ ആണ്. നൈട്രോജനസ് വേസ്റ്റ് ഒക്കെ അൾട്രാ ഫിൽട്രേഷൻ നടത്തി ഗ്ലോമറുലസ് നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ബ്ലഡിനെ വിടുന്നു. ഫിൽട്ടർ ചെയ്ത വേസ്റ്റ് സബ്സ്റ്റൻസ് നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് ക്യാച്ച് ചെയ്യുന്നു. എന്നിട്ട് സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ നടക്കുന്ന എവിടെ വെച്ചിട്ടാണ്, നമ്മുടെ ഈ റീനൽ ട്യൂബ്യൂളിൽ നിന്നാണ്. അവിടെ മേജർ എമൗണ്ട് ഓഫ് വാട്ടർ ഫ്രം ദ ഫിൽട്രേറ്റ് ആർ റീഅബ്സോർബ്ഡ് ബാക്ക് ബൈ ദ കാപ്പിലറി. പിന്നെ ട്യൂബുലാർ സെക്രീഷൻ നടക്കും. യൂറിയ, എക്സ്ട്രാ വാട്ടർ ആൻഡ് സോൾട്ട് സെക്രേറ്റഡ് ഇൻടു ദ ട്യൂബിൾ വിച്ച് ഓപ്പൺ അപ്പ് ഇൻടു കളക്റ്റിംഗ് ഡക്റ്റ്. ഈ റീഅബ്സോർപ്ഷൻ സെക്രീഷൻ നടക്കുന്ന റീനൽ ട്യൂബ്യൂൾ വെച്ചിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക.
റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലനറിയുടെ ഈ ഒരു ബൈനറി ഫിഷൻ. ഇത് പാരലായിട്ടും പല സെക്ഷനിൽ രണ്ട് രീതിയിൽ പുതിയ ഓർഗാനിസം ഫോം ചെയ്യുന്നതാണ് ഫിഷനിൽ പറയുന്നത്. മൾട്ടിപ്പിൾ ഫിഷനിലേക്ക് വരുമ്പോൾ പ്ലാസ്മോഡിയം ഒറ്റ ടൈം എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവുന്നു, മൾട്ടിപ്പിൾ ഡോട്ടർ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് മൾട്ടിപ്പിൾ ഫിഷൻ പ്ലാസ്മോഡിയത്തിൽ കാണുന്നത്. ഇനി ഹ്യൂമൻ ബീങ്സിൻ്റെ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ പ്യൂബർട്ടിയിൽ വരുന്ന ചേഞ്ചസ്, ബ്രോഡനിങ് ഓഫ് ഷോൾഡേഴ്സ് ആണ് മെയിൽസിൽ വരുന്നത്, ഹെയർ ഗ്രോത്ത് ഇൻ ഫേഷ്യൽ ആൻഡ് പിറ്റ് പ്യൂബിക് ഏരിയ, ഡീപ് ബോയ്സ് വരുന്നു, ഡെവലപ്മെന്റ് ഓഫ് പിമ്പിൾസ്, അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗൻസ്. ഫീമെയിൽസിലാണെങ്കിലോ ബ്രസ്റ്റ് എൻലാർജ്മെന്റ്, ഹെയർ ഗ്രോത്ത് ഇൻ ആംപെറ്റ് ആൻഡ് പ്യൂബിക് ഏരിയ, വൈഡനിങ് ഓഫ് ഹിപ്സ്, ഡെവലപ്മെന്റ് ഓഫ് പിമ്പിൾ, ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗൻസ്. ഇത് കോമൺ ആയിട്ട് പഠിച്ചു വെക്കണം. ചേഞ്ചസ് പ്യൂബർട്ടി ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. പിന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടതാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഇതാണ് ടെസ്റ്റസ്, ഇതാണ് എപ്പിഡിഡൈമസ് എന്ന് പറയുന്നത്, ഇതാണ് പോകുന്ന വാസ് ഡിഫറൻസ്. ഇവിടെ നമുക്ക് എന്ത് കാണാം, എക്സറി ഗ്ലാൻസ് കാണാം, സെമിനൽ വെസിക്കിൾ ഉണ്ട്, ഇതാണ് പീനിസ്, പീനിസിൻ്റെ ഉള്ളിലൂടെ യൂറത്രൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുമ്പോൾ രണ്ട് പെയർ ഓഫ് ഓവറി നമുക്കുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഒവ്യൂൾ ഉണ്ടാവുക, ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒവ്യൂളല്ല ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഫെലോപ്പിൻ ട്യൂബ് അല്ലെങ്കിൽ ഒവിഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ യൂട്രസ്, ബേബി ഗ്രോ ചെയ്യുന്ന സ്ഥലം. ഇത് സെർവിക്സ്, ദിസ് ഇസ് വജൈന. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെയാണ് ഓവം പ്രൊഡ്യൂസ് നടക്കുന്നതും ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പ്രൊഡക്ഷൻ നടക്കുന്നതും. ഫെലോപ്പിൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഓവത്തിനെ മൂവ് ചെയ്യുന്ന സ്ഥലമാണ്, അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇവിടെയാണ് ബേബി വന്ന് ഇംപ്ലാന്റ് ചെയ്ത് ആ എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നത് യൂട്രസിലാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി പാത്വേ ഓഫ് ഓവം, ഞാൻ പറഞ്ഞല്ലോ ഈ ഓവത്തിൻ്റെ ഫോർമേഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഒവിഡക്റ്റിലാണ്. അവിടെ നിന്ന് ഈ ഓവം ഇങ്ങനെ ഫോം ചെയ്യുന്നു, കണ്ടോ, സ്പേം വരുന്നു, ഇവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ഫെർട്ടിലൈസേഷൻ നടന്ന് കഴിഞ്ഞാലും ഈ സൈഗോട്ട് ഇവിടുന്ന് മൂവ് ചെയ്ത് യൂട്രസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓവം enters fallopian tube from the ovary and its fertilization occur here to form zygote. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡയഗ്രാമാണ് നമ്മളോട് വെസക്ടോമിയും ട്യൂബക്ടോമിയും ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ ഡയഗ്രാം തന്നിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രാം കാണാം, ഒരു IUT ഡിവൈസ് ആണ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് വെച്ചിട്ടുള്ളത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കോപ്പർ ടീ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ് ഇവിടെ കാണിച്ചിട്ടില്ലെന്ന് പറയും. ഇതുപോലെ ഫിഗർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഐഡന്റിഫൈ ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് പറയാം, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണെന്ന് പറയാം, ഫീമെയിൽസ് ആണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് അപ്പ് ഫോർ 10 years. ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോപ്പർ വെച്ചിട്ടാണ് ഇത് ചെയ്യാറ്. കോപ്പർ ടീ ആണ് ഇവിടെ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി മറ്റൊരു ഡയഗ്രാം ചോദിക്കുന്നത് ട്യൂബക്ടമി, വെസക്ടമി. ഇവിടെ ഫെലോപ്പിൻ ട്യൂബ് കട്ട് ചെയ്യുന്ന കാണാലോ, ഇതാണ് ട്യൂബക്ടമി. അത് കട്ട് ചെയ്യുന്ന ഫിഗർ കണ്ടാൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഫെലോപ്പിൻ ട്യൂബ് ആർ ബ്ലോക്ക് ടു പ്രിവെന്റ് ദ പാസേജ് ഓഫ് ഓവം ആണ്. അതേപോലെ തന്നെ വരുന്നതാണ് വെസക്ടമി, അതും ചോദിക്കാറുണ്ട് കേട്ടോ. വാസ് ഡിഫറൻസ് കട്ട് ചെയ്തിട്ട് ഏതാണ് ഇവിടെ തന്നിട്ടുള്ള സർജിക്കൽ മെത്തേഡ് എന്ന് ചോദിക്കും, അത് വെസക്ടമി ആയിരിക്കും. അപ്പോൾ വാസ് ഡിഫറൻസ് എന്നാൽ വെസക്ടമി, ട്യൂബക്ടമി ഈ ട്യൂബാണ് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയണം. ഇതേപോലെ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഡെൻഡ്രൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഡെൻഡ്രൈറ്റിൽ ഇവിടെ ഉള്ളിൽ ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ സെൽ ബോഡി എന്ന് പറയുന്നത്. ഈ ലോങ്ങസ്റ്റ് ഫിലമെന്റിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോണിൻ്റെ ചുറ്റുമായിട്ട് കവർ ചെയ്തിരിക്കുന്നതാണ് മൈലിൻ ഷീത്ത് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ നെർവ് എൻഡിങ്. ഈ ഫിഗർ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിൽ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആക്സോൺ ആണ്. ഇവിടെ നമുക്ക് ഈ ഒരു ജംഗ്ഷൻ ഉണ്ട്, അടുത്ത ന്യൂറോൺ ഇവിടെ ജോയിൻ ചെയ്യുന്ന സ്ഥലം, അതിനെ നമ്മൾ സിനാപ്സ് എന്ന് പറയും. സിനാപ്സ്. ഈ സിനാപ്സിലേക്കാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നതും ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഒരു കെമിക്കൽ എനർജി ആയിട്ട് മാറി അടുത്ത ന്യൂറോണിലേക്ക് ഇത് പോകുന്നത്. ഓക്കെ, അടുത്ത ന്യൂറോണിലേക്ക് ഇത് പോകുന്നത്. അപ്പം അത് പഠിച്ചു വെക്കുക. സിനാപ്സിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നതെന്ന്. ഇനി ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഇവിടെ കാണാം. മസിൽ സെല്ലിലേക്ക് നെർവ് എൻഡിങ് എത്തുന്ന ജംഗ്ഷനെയാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് സിനാപ്സ് കാണാൻ പറ്റും. പല രീതിയിൽ സിനാപ്സ് ഉണ്ട്. ന്യൂറോണിന്റെ എൻഡിങ് വന്നിട്ട് മസിൽ സെല്ലിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. അവിടെ എന്ത് ചെയ്യുന്നു, ഈ മെസ്സേജ് ട്രാൻസ്ഫർ ആവുന്ന ഒരു സമയമാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫിഗർ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കിക്കോളാം. ദിസ് ഈസ് ആക്സോൺ, ഇത് മസിൽ സെൽ, ഇത് കാപ്പിലറി, ദിസ് ഈസ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. ക്ലിയർ ആണല്ലോ. ഇവിടെ കാണിക്കുന്നത് മൈറ്റോകോൺട്രിയോനുമാണ്. ഇനി റിഫ്ലെക്സ് ആർക്ക് ഈസ് ന്യൂറൽ പാത്വേ ദറ്റ് കൺട്രോൾ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ് ടു എ സ്റ്റിമുലസ്. റിഫ്ലെക്സ് ആർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ഫിഗർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. നമുക്കൊരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഹീറ്റ് ആയിക്കോട്ടെ, കോൾഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പെയിൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വരുമ്പോൾ നമ്മുടെ റിസപ്റ്റർ സെൽസ് ആണ് ആ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത്. ആ റിസപ്റ്റർ സെൽസിൽ നിന്ന് സെൻസറി ന്യൂറോൺ വഴി മെസ്സേജ് എങ്ങോട്ട് പോകുന്നു, സ്പൈനൽ കോഡിലേക്ക് പോകുന്നു. അതിൽ നിന്ന് ഇന്റർ ന്യൂറോൺ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ റിലേ ന്യൂറോൺ കണക്ട് ചെയ്യുന്നു. റിലേ ന്യൂറോൺ അതിനെ കണക്ട് ചെയ്ത് സ്പൈനൽ കോഡ്
കൊടുക്കുന്ന റിഫ്ലക്സ് ആക്ഷൻ മെസ്സേജ് ഉണ്ട്, അത് നമ്മുടെ മോട്ടോർ ന്യൂറോൺ ആണ് സ്വീകരിക്കുക. ആ മോട്ടോർ ന്യൂറോണിന്റെ ആക്ഷൻ വഴി മസിൽ എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു, കൈ വലിക്കുകയാണ് ചെയ്യുന്നത്. സോ റിഫ്ലക്സ് ആർക്ക് ഈസ് ദി പാത്വേ ദാറ്റ് കൺട്രോൾ ഇൻവോളണ്ടറി റെസ്പോൺസ് ഓഫ് എ സ്റ്റിമുലസ് എന്ന് പഠിച്ചു വെക്കണം. റിഫ്ലക്സ് ആക്ഷൻ എന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇത് ലേബൽ ചെയ്യാൻ പഠിക്കണം. തന്നെത്താനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു റിഫ്ലക്സ് ആക്ഷൻ ചോദിക്കാം, ഒരു റിഫ്ലക്സ് ആർക്ക് നിങ്ങളോട് കൺസ്ട്രക്ട് ചെയ്യാനും ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ വേണം, ഒന്നെങ്കിൽ ഒരു മുള്ളു കൊള്ളുന്നതോ അല്ലെങ്കിൽ കണ്ണിൽ ഈച്ച വരുമ്പോഴോ, അപ്പോൾ അതെന്തായി, സെറിബ്രൽ റിഫ്ലക്സ്, സെറിബ്രൽ ആണ് റിഫ്ലക്സ് കൊടുക്കുന്നത്. അപ്പം അതുപോലെ ഒരു റിഫ്ലക്സ് ആർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിച്ചാൽ ഇതുപോലെ പാത്വേ ഇട്ടിട്ട് സ്റ്റിമുലസ്, റിസപ്റ്റേഴ്സ്, സെൻസറി ന്യൂറോൺ, റിലേ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, ആക്ഷൻ, അത് നിങ്ങൾ കറക്റ്റായിട്ട് എഫക്റ്റർ മസിൽ എന്ന് പ്രോപ്പറായിട്ട് പാത്വേ എഴുതാൻ പഠിക്കാം. പിന്നെ ബ്രെയിന് വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് അവിടെ അറിയാം ഫോർ ബ്രെയിൻ, ഇത് മിഡ് ബ്രെയിൻ, ആൻഡ് ഇവിടെ സെറിബ്രം, സ്ക്രേനിയം, ഹൈപ്പോതലാമസ്, മിഡ് ബ്രെയിൻ കാണാം, ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഇവിടെ പോൺസ്, മെഡുല്ല, ദിസ് ഇസ് സെറിബെല്ലം, ആൻഡ് ദിസ് ഇസ് സ്പൈനൽ കോഡ്. അപ്പം ബ്രെയിനിൻ്റെ ഓരോ ഫംഗ്ഷനും നിങ്ങൾക്കറിയാം. നമ്മുടെ ആക്ഷൻ മെസ്സേജ്, മെയിൻ ആയിട്ടുള്ള ഇവോക്ക് സെൻസേഷൻസ് പോലത്തെ മെസ്സേജൊക്കെ കൺവേ ചെയ്യുന്നത്, നമ്മുടെ സെൻസേഷൻസും ബാക്കിയുള്ള വോളണ്ടറി ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. സെറിബെല്ലം നമ്മുടെ ബോഡി ബാലൻസ്, ബോഡി ബാലൻസ് ഒക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. മിഡിൽ ഒബ്ലോങ്കേറ്റ് ആണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വളരെ ഇൻവോളണ്ടറി ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ് ആണെന്നും പഠിച്ചു വെക്കാം. ഇനി നമ്മൾ പ്ലാന്റ്സിന്റെ മൂവ്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഹോർമോൺസ് പഠിക്കുന്നുണ്ട്, കൂടാതെ ഇത്തരത്തിലുള്ള നാസ്റ്റിക് മൂവ്മെന്റ്സ്, ട്രോപ്പിക്കൽ മൂവ്മെന്റ്സ് പഠിക്കുന്നുണ്ട്. ഇതേ പിക്ചർ തന്നിട്ട് ചോദിക്കാറുണ്ട്, ദിസ് ഇസ് നാസ്റ്റിക് മൂവ്മെന്റ് വേർ ദർ ഇസ് നോ ഡയറക്ഷൻ ഓർ ഒരു സ്റ്റിമുലസ്, അല്ലെ, ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസിന് നേരെ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. ടച്ച് മീ നോട്ട് പ്ലാന്റ് ആണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ ഇതേപോലെ ഫിഗർ തന്നിട്ട് ഇവിടെ കാണിക്കുന്ന ട്രോപ്പിക്കൽ മൂവ്മെന്റ്സ് ഏതാണെന്ന് ചോദിക്കും. അപ്പം ഇവിടെ നമുക്കറിയാം സ്റ്റെമ്മ് ലൈറ്റിന് നേരെയാണ് പോകുന്നത്. സ്റ്റെമ്മ് ലൈറ്റിന് നേരെ പോകുമ്പോൾ നമുക്കത് പറയാലോ, പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ഓഫ് സ്റ്റെം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് എന്ത് പറയാം, ഗ്രാവിറ്റിക്ക് പറയുമ്പോഴോ ഇവിടെ റൂട്ട് കാണിക്കുന്നത് പോസിറ്റീവ് ജിയോട്രോപ്പിസം ആണ്. അതേസമയം സ്റ്റെമ്മ് കാണിക്കുന്നതോ നെഗറ്റീവ് ജിയോട്രോപ്പിസം ആണ്, അല്ലേ. ഇവിടെ സ്റ്റെമ്മ് കാണിക്കുന്നത് നെഗറ്റീവ് ജിയോട്രോപ്പിസം. അപ്പോൾ ഇതുപോലെ പ്ലാന്റിന്റെ പിക്ചർ, സ്റ്റെമ്മ്, റൂട്ടിന്റെ പിക്ചർ, അല്ലെങ്കിൽ പോളൻ ട്യൂബ് ജെർമിനേഷൻ തന്നിട്ടും ചോദിക്കാം. പോളൻ ട്യൂബ് ജെർമിനേഷൻ എന്താണ്, പോസിറ്റീവ് കീമോട്രോപ്പിസം ആണ്. അപ്പോൾ ഇതുപോലെ ഫിഗർ തന്നാൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കാം. ഇനി പിന്നെ നമ്മൾ ഹോർമോൺസ് പഠിക്കുന്നതാണ്. പൈനിയർ ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഓരോ ഗ്ലാൻഡിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, അതിൻ്റെ ആക്ഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഒരു ഗ്ലാൻഡ് തന്നാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. കിഡ്നീൻ്റെ മേലെയാണ് നമുക്ക് അഡ്രീനൽ ഗ്ലാൻഡ് കാണാം. ബ്രെയിനിലാണ് പൈനിയർ ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഉള്ളത്. പിന്നെ ഈ ത്രോട്ട് പോർഷനിലാണ് തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ് ഗ്ലാൻഡ് കാണാൻ പറ്റുക. പാങ്ക്രിയാസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെസ്റ്റിസ് മെയിലിൽ, ഫീമെയിൽസിലാണെങ്കിൽ ഓവറിയാണ് കാണുന്നത്. അപ്പം ഓരോ ഗ്ലാൻഡിലെ ലൊക്കേഷൻ എവിടെയാണെന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് നിങ്ങൾ എന്തായാലും തന്നെ നോക്കിയിട്ട് വേണം പോകാൻ. ആരും മറന്നു പോകരുത്, അതിനുള്ള സ്പെസിഫിസിറ്റി കൊടുക്കണം. സോ ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്. നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. നിങ്ങൾ ഓരോ തോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയണം. ഫുൾ കോൺഫിഡൻസോട് തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡയഗ്രാംസ് എന്ത് ചെയ്യും, ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ പോയിട്ട് ഭാഗങ്ങൾ, ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഓർമ്മ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരികയാണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഡയഗ്രാംസിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ലൈഫ് പ്രോസസ്സിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളോട് ചോദിക്കും, ലൈഫ് പ്രോസസ്സ് തന്നെ ഓരോ പ്രോസസ്സ് പറയുമ്പോഴും നിങ്ങളോട് ചോദിക്കുന്നതാണ് എന്ത്, ഓരോ ഡയഗ്രാം തന്നിട്ട് അതിൻ്റെ പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അപ്പം ഇനിയിപ്പം അസെക്ഷൽ റീപ്രൊഡക്ഷൻ നിങ്ങളോട് ചോദിച്ചാൽ സ്പൈറോഗൈറയിൽ കാണുന്നത് ഏത് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് എന്ന് ചോദിച്ചാൽ അത് എഴുതാൻ പറ്റണം. അപ്പം ഇതുപോലെ എക്സാമ്പിൾസ് തന്നിട്ട് നിങ്ങളോട് ഒരു ഡയഗ്രാം തന്നിട്ടൊക്കെ ചോദിക്കാം. ഇനിയിപ്പം സ്പോസ് ആണ് കാണിക്കുന്നതെങ്കിൽ ഒരു സ്പോസ് തന്നു, ആ സ്പോർ ഫോർമേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതിനൊരു എക്സാമ്പിളും കൂടെ എഴുതി വെക്കുക. സ്പോർ ഫോർമേഷൻ വഴിയുള്ള റീപ്രൊഡക്ഷൻ എന്ത് റീപ്രൊഡക്ഷൻ ആണെന്നും അതിനൊരു എക്സാമ്പിളും കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക. സീ യു സൂൺ മക്കളെ, ബൈ.